ഡോക്ടർ RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് വിചിത്രമായ പല വാദങ്ങളുമാണ് സത്യഭാമ ഉന്നയിച്ചത്. കറുത്തവരാരെങ്കിലും സൗന്ദര്യ മത്സരത്തിൽ വിജയികളായിട്ടുണ്ടോ എന്നതായിരുന്നു അക്കൂട്ടത്തിലൊന്ന്. കറുത്ത കുട്ടികൾക്ക് വല്ല സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് മാഡം സത്യഭാമ, ഒന്നല്ല ഒരുപാട്. മാഡത്തിന് ഈ വെളുവെളുപ്പും പളവളപ്പുമാണ് സൗന്ദര്യമെങ്കിൽ അതൊന്നുമല്ലെന്ന സത്യത്തിന് വിശ്വകിരീടം ചാർത്തിയിട്ടുണ്ട് 1977 തന്നെ. ലോകസുന്ദരിയുടെ പുഞ്ചിരിയുമായി അന്ന് തിളങ്ങി നിന്നത് ജനല്ലെ കമ്മീഷനിങ് എന്ന ട്രിനിഡാഡ്കാരിയായിരുന്നു. ചെൽസി സ്മിത്ത് 1995-ലും വെൻഡി ഫിറ്റ്സ് വില്യം 1998-ലും എംപ്യൂൾ കൊളാഗ്ബെ 1999-ലും ലൈല ലോപ്പസ് 2011-ലും സോസി ട്വിൻസി 2019-ലും ലോകസുന്ദരി കിരീടത്തിൽ ചുംബിച്ചത് വെളുപ്പിന്റെ മഹിമ കൊണ്ടൊന്നുമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണിലെ സവർണബോധവും മനസ്സിലെ ജാതിവെറിയുമല്ല വിശാലമായ ഈ ലോകത്തിന് സൗന്ദര്യത്തിന്റെ അളവുകോൽ. ലോകസുന്ദരിമാർ മാത്രമല്ല, കലാകാരന്മാരുടെ പട്ടികയിലേക്ക് വെറുതെ കണ്ണോടിക്കുക. എഡ്ഡി മർഫി, ഫോറസ്റ്റ് വിറ്റാക്കർ, ഹാലെ ബെറി, കെറി വാഷിംഗ്ടൺ. പറഞ്ഞാൽ തീരില്ല മാഡം. പേരുകൾ മാത്രമല്ല, അവരുടെ പ്രതിഭയും. ഞാൻ 66 വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ, അതെനിക്ക് മതി. 60-ലും ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ചിലങ്ക അഴിഞ്ഞു വീഴാൻ ആസിഡ് ആക്രമണത്തിലും അപകടങ്ങളിൽ പൊള്ളലേറ്റും മുഖം വികൃതമായിട്ടും ഏറ്റവും മികച്ച പുഞ്ചിരി സമ്മാനിക്കുന്നവരിലേക്ക് നോക്കുക. അതിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. കാരണം അത് തെളിമയുള്ള മനസ്സുകളിൽ നിന്നുള്ള പുഞ്ചിരിയാണ്. നിഖിൽ മലപ്പട്ടം, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.